ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुधपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणा रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखामितांश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेशा गोपिका कान्दा राधाकान्दा नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वञ्चाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം നമ്മൾ പഠിക്കുന്നു. പ്രഥമസ്കന്ധം അധ്യായം 9 ഭീഷ്മസ്തുതി ആണ് നമ്മൾ ചർച്ച ചെയ്യുന്ന അധ്യായം. 27-ാമത്തെ ശ്ലോകം വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. 28-ാമത്തെ ശ്ലോകം മുതൽ ഇന്ന് നമ്മൾ കാണുന്നു. ഭീഷ്മസ്തുതി, ഭീഷ്മപിതാമഹൻ്റെ ആ പ്രാർത്ഥന ഇതുവരെ തുടങ്ങിയിട്ടില്ല. പക്ഷേ കുറച്ച് ശ്ലോകങ്ങൾ കഴിയുമ്പോൾ അത് തുടങ്ങുന്നതായിരിക്കും. വളരെ മനോഹരമായിട്ടുള്ള സ്തുതിയാണ്. ഭീഷ്മപിതാമഹൻ ഭഗവാനെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത്, ആ തിരുമുഖത്ത് നോക്കിക്കൊണ്ട് അദ്ദേഹം സ്തുതിക്കുന്നത്. നമുക്ക് നോക്കാം ഇന്നത്തെ ശ്ലോകം, 28-ാമത്തെ ശ്ലോകം. അപ്പോൾ ശരശയിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹൻ യുധിഷ്ഠിര മഹാരാജാവിന് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മളത് കണ്ടിരുന്നു. കുറച്ച് ശ്ലോകങ്ങളിലായിട്ട് നമ്മളതെല്ലാം കണ്ടു. അപ്പോൾ ഉപദേശങ്ങളൊക്കെ ഏകദേശം കൊടുത്തു കഴിഞ്ഞു. ഇനി ഭീഷ്മപിതാമഹൻ ശരീരം വിടാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇനി വരുന്ന മുഹൂർത്തങ്ങൾ. അതാണ് അങ്ങനെ എല്ലാം അദ്ദേഹം നിർത്തി. അതായത് എല്ലാവിധ ചർച്ചകളും, കാര്യം അദ്ദേഹം ഒരുപാട് ധർമ്മത്തെക്കുറിച്ചും മറ്റുള്ള വർണ്ണാശ്രമധർമ്മത്തെക്കുറിച്ചുമൊക്കെ ഒരുപാട് അദ്ദേഹം യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനി അദ്ദേഹം പതുക്കെ അദ്ദേഹം പറയുന്നു, സമയമായി എനിക്ക്, ഇനിയുള്ള സമയം വേറെ ഒന്നും ചർച്ച ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഭഗവാനെ സ്തുതിക്കുക മാത്രം. ഭഗവാനെ സ്തുതിക്കുക മാത്രം. കാരണം മരണസമയത്ത് എന്താണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്? യം യം വാപി സ്മരൺ ഭവൻ ത്യജതന്തേ കലേവരം തം തം ഏവൈതി കൗന്ദേയ.
ഭഗവാൻ പറയുന്നുണ്ട്, അന്ധകാലേച്ച മാമേമ സ്മരൺ മുക്ത്വ കലേവരം. ആരാണോ ഭഗവാനെ ഓർക്കുന്നത്, ഭഗവാനെ സ്മരിക്കുന്നത്, മരണസമയത്ത് അവർ ഭഗവാന്റെ അടുത്തേക്ക് വരുമെന്നുള്ളത്. ഭീഷ്മപിതാമഹൻ നമ്മളെപ്പോലെ ഉള്ള ഒരു ബദ്ധാത്മാവല്ല. അദ്ദേഹം ശുദ്ധഭക്തനാണ്. അദ്ദേഹം ശുദ്ധഭക്തനാണെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്നു എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അപ്പോൾ അവസാനത്തോട് ഇതുവരെ ധർമാർത്ഥ കാമമോക്ഷത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന ശ്ലോകവും അതോടുകൂടി, ഇനി 2 ശ്ലോകത്തോടുകൂടി അദ്ദേഹം അവസാനിപ്പിക്കുന്നു. ധർമാർത്ഥ കാമമോക്ഷം, വർണ്ണാശ്രമധർമ്മം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഇനി എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാനില്ല, ഭഗവാനെ സ്തുതിക്കുക, ഇനിയുള്ള സമയം അദ്ദേഹത്തെ സ്തുതിക്കുക മാത്രം എന്ന് അദ്ദേഹം തീരുമാനമെടുത്ത് അങ്ങനെയാണ് ഭീഷ്മസ്തുതി തുടങ്ങുന്നത്. 28ാമത്തെ ശ്ലോകം നോക്കാം. ധർമാർത്ഥ കാമ മോക്ഷാംശ്ച സഹോപയാന്യതാ മുനേ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാം ആസസത്വവിത്. ധർമാർത്ഥ കാമ മോക്ഷാംശ്ച സഹോപായാന്യതാ മുനേ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാം ആസതത്വവിത്. ധർമാർത്ഥ കാമ മോക്ഷാംശ്ച സഹോപായാന്യതാ മുനേ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാം ആസതത്വവിത്. വായിച്ചോളൂ. ശ്ലോകം കുറച്ചു പേർക്കൊക്കെ വായിക്കാം. യെസ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമാർത്ഥ കാമമോക്ഷാംശ്ച സഹോപായൻ യഥാ മുനേ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവേദ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമാർത്ഥ കാമമോക്ഷാംശ്ച സഹോപായാൻ യഥാ മുനേ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവേദ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 28. ധർമാർത്ഥ കാമമോക്ഷാംശ്ച സഹോപായൻ യഥാ മുനേ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവിദ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 28. ധർമാർത്ഥ കാമമോക്ഷാംശ്ച സഹോപായൻ യഥാ മുനേ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവിദ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമാർത്ഥ കാമമോക്ഷശ്ച സഹോപായൻ യഥാ മുനേ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവിദ്. ഹരേ കൃഷ്ണ. ധർമാർത്ഥ കാമമോക്ഷാംശ്ച സഹോപായാൻ യഥാ മുനേ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവേദ്. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ ഇവിടെ ഭീഷ്മപിതാമഹൻ എന്താണ് പറയുന്നത്? ഭീഷ്മപിതാമഹൻ പറയുന്നു എന്ന് പറഞ്ഞ് ആരാണ് ഇവിടെ പറയുന്നത്? ചർച്ച എങ്ങനെയാണ് പോകുന്നത്? പറയൂ. 2 ശ്ലോകം മുമ്പ് നമ്മൾ കണ്ടു. സൂതഗോസ്വാമി ശൗനകാദി ഋഷികളോട് പറയുന്നു. അപ്പോൾ ഭീഷ്മപിതാമഹൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ, യുധിഷ്ഠിര മഹാരാജാവിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളുടെ ബാക്കി ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പറയുന്നു. ഓക്കെ, വിവർത്തനവും ഭാവാർത്ഥവും വായിച്ചിട്ടില്ല. വിവർത്തനവും ഭാവാർത്ഥവും കൂടെ വായിക്കാം. ആരെങ്കിലും ഒരാൾക്ക് വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കും. വിവർത്തനം. ദിവ്യപൂജ്യ ശ്രീമദ് ശ്രീ ഭക്തിവേദാന്ത സ്വാമി പ്രഭാത് കി ജയ്. പരമാർത്ഥത്തെ സംബന്ധിച്ച് നല്ലവണ്ണം പരിചിതനായിരുന്നതിനാൽ അദ്ദേഹം ഇതിഹാസങ്ങളിൽ നിന്നും ദൃഷ്ടാന്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വ്യത്യസ്ത വർണ്ണാശ്രമ ധർമ്മങ്ങളുടെ ഉദ്യോഗ സംബന്ധമായ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചു. ഇവയൊക്കെ അദ്ദേഹത്തിന് സ്വന്തം ജീവിതത്തിൽ നിന്നും ശരിക്കും ബോധ്യപ്പെട്ട സത്യങ്ങളായിരുന്നു.
ഭാവാർത്ഥം ശ്രീല പ്രഭാത് കി ജയ്. പുരാണങ്ങൾ, മഹാഭാരതം, രാമായണം എന്നീ വേദസാഹിത്യങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന സംഭവങ്ങൾ കാലക്രമം അനുസരിച്ചുള്ള വിന്യാസത്തിലല്ലെങ്കിൽ തന്നെയും പണ്ടെങ്ങോ നടന്ന യഥാർത്ഥമായ ഐതിഹാസിക ആഖ്യാനങ്ങളാകുന്നു. സാമാന്യ ജനങ്ങൾക്ക് പ്രബോധനം നൽകുന്നവയാകയാൽ കാലക്രമം അനുസരിച്ചുള്ള പരാമർശങ്ങളില്ലാതെ തന്നെ അവയെ അനുരൂപങ്ങളാക്കിയിരിക്കുന്നു. അതിനു പുറമെ അവ വിവിധ ഗ്രഹങ്ങളിൽ മാത്രമല്ല വ്യത്യസ്ത പ്രപഞ്ചങ്ങളിൽ സംഭവിച്ചവയുമാകുന്നു. അപ്രകാരം ആഖ്യാനങ്ങളുടെ വിവരണങ്ങൾ പലപ്പോഴും ത്രിമാനങ്ങൾ നിർണയിക്കുന്നു. നമ്മുടെ പരിമിതമായ ഗ്രഹണത്തിനു ഉപരിയായി അവ ക്രമാനുഗതമല്ലെങ്കിൽ തന്നെയും അത്തരം സംഭവങ്ങളുടെ പ്രബോധന ശിക്ഷണങ്ങളിൽ മാത്രമേ നാം താല്പര്യപ്പെടേണ്ടതുള്ളൂ. മഹാരാജാവ് യുധിഷ്ഠിരൻ അദ്ദേഹത്തിന്റെ വ്യത്യസ്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആരായുന്നതിനനുസരിച്ച് ഭീഷ്മദേവൻ അത്തരം ആഖ്യാനങ്ങളെ വിശദീകരിച്ചു നൽകി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഭീഷ്മ പിതാമഹൻ ഇവിടെ ധർമ്മ അർത്ഥ കാമ മോക്ഷത്തെക്കുറിച്ചൊക്കെ, അതായത് ധർമ്മ അർത്ഥ കാമ മോക്ഷ എന്ന് പറഞ്ഞാൽ പുരുഷാർത്ഥങ്ങൾ അല്ലേ, 4 പുരുഷാർത്ഥങ്ങൾ നമ്മളിപ്പോഴും പറയുന്നതാണ്. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൗത്യം, ഡ്യൂട്ടി ചെയ്യുക. ഇപ്പോൾ ക്ഷത്രിയൻ്റെ ധർമ്മം എന്താണ്? യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ രാജ്യം നിലനിർത്തുക, അധർമ്മികളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുക, പ്രജകളെ സംരക്ഷിക്കുക, ഇതൊക്കെയാണ് ഡ്യൂട്ടി അല്ലേ. അപ്പോൾ അത് ധർമ്മം. അപ്പോൾ ക്ഷത്രിയൻ്റെ ധർമ്മം, മറ്റുള്ള ആശ്രമത്തിലുള്ളവരുടെ ധർമ്മമൊക്കെ അതിൽ വരുന്നു. അർത്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനം ശേഖരിക്കുന്നത് അല്ലേ. നമുക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടി ഈ ഒരു ഭൗതിക ലോകത്തിൽ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള നമുക്ക് ധനവും വേണം. ധനമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് എങ്ങനെയാണ് അത് നേടാൻ സാധിക്കുന്നത്? ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് ഇതെല്ലാം വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഭീഷ്മ പിതാമഹൻ പറയുന്നത്. ധർമ്മം എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അർത്ഥം എങ്ങനെയാണ് ശരിയായിട്ടുള്ള രീതിയിൽ, അതായത് അവിഹിത രീതികളോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളോ ഒക്കെ ചെയ്തുകൊണ്ട് ആരുടെയെങ്കിലും പൈസ കൊള്ളയടിക്കുക, അല്ലെങ്കിൽ കളവ് ചെയ്യുക, മറ്റുള്ളവരെ പറ്റിക്കുക, അങ്ങനെ പൈസ സമ്പാദിക്കുന്ന കാര്യത്തെയല്ല പറയുന്നത്. വേദങ്ങളിൽ അനുശാസിച്ചിട്ടുള്ളതുപോലെ എന്തൊക്കെയാണ് രീതികൾ, അല്ലെങ്കിൽ ധനം നമുക്ക് വേണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നും വേദങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുന്ന കർമ്മകാണ്ഡ എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന കാര്യങ്ങളാണ്. കാര്യം എന്താണ്? അവിടെ ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഒരുപാട് അനുഷ്ഠാനങ്ങൾ പറയുന്നുണ്ട് വേദങ്ങളിൽ. ഇന്ന അനുഷ്ഠാനങ്ങൾ ചെയ്യുക, ഇന്ന ദേവന്മാരെ ആരാധിക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് ധനം ഉണ്ടാവും അല്ലേ. നമ്മുടെ കൂട്ടത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ പല ആളുകളും അങ്ങനെ പല പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. പൈസയ്ക്ക് വേണ്ടി ഒരുപാട് പൂജകളും അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നു, പൈസ സമ്പാദിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി. അല്ലാതെ അവിടെ ഭഗവാനോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഈവൻ ദേവന്മാരോടുള്ള സ്നേഹം കൊണ്ടല്ല, അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. പക്ഷേ അതിനെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ മിസ്യൂസ് ചെയ്യുന്നു. അത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് പകരം അനാവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് അത് പ്രശ്നം വരുന്നത്. അല്ലാതെ അത് ചെയ്യരുത് എന്നുള്ളതല്ല. കാരണം ഈ ദേവ ആരാധനകളാണെങ്കിലും അനുഷ്ഠാനങ്ങളൊക്കെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് വേറൊന്നിനുമല്ല, കൂടുതൽ ആ വ്യക്തികളെ, അതായത് വേറെ ഏതൊക്കെയോ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഒരു അറ്റ്ലീസ്റ്റ് അവരെ ഒന്ന് ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു തുടക്കമാണ് ഇതെല്ലാം. അറ്റ്ലീസ്റ്റ് വേദങ്ങളിൽ പറയുന്ന വേദത്തെ ഒന്ന് വിശ്വസിക്കുക അല്ലേ. വേദങ്ങളിലൊരു വിശ്വാസം ആളുകൾക്ക് വരും, ശാസ്ത്രങ്ങളിലൊരു വിശ്വാസം വരുന്നു. അതിൽ പറയുന്നത് അവനവൻ്റെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് വേദങ്ങളെ ആശ്രയിക്കുന്നു അല്ലേ. അത് തന്നെ ഒരു വലിയൊരു തുടക്കമാണ് ഭഗവാനിലേക്ക്, ഭക്തിയിലേക്ക് എത്തുവാനുള്ള, അല്ലെങ്കിൽ പഞ്ചമപുരുഷാർത്ഥത്തിലേക്ക് എത്തുവാനുള്ള ഒരു തുടക്കമാണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. കാര്യം എല്ലാവരോടും കണ്ണടച്ചിരുന്ന് നാമം ജപിച്ചോളൂ, ഇത്രയും മാല ജപിക്കൂ, അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ പഠിക്കൂ,
നമ്മൾ ശുദ്ധഭക്തിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരെ പടിപടിയായിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേദങ്ങളിൽ ഒരുപാട് ഓപ്ഷൻസ് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചുരുക്കം പറയുകയാണെങ്കിൽ ഈ വേദങ്ങളിൽ പറയാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. അങ്ങനെ ആ വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ അതിനെ ദുർവിനിയോഗം ചെയ്യുമ്പോഴാണ് കുഴപ്പങ്ങൾ വരുന്നത്. അപ്പോഴാണ് പാപമായി മാറുന്നതൊക്കെ. ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതല്ല, അനാവശ്യങ്ങൾക്കും അല്ലെങ്കിൽ അത്യാഗ്രഹത്തിനും വേണ്ടി അത് നമ്മൾ ദുർവിനിയോഗം ചെയ്യുമ്പോഴാണ് പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ ധർമ്മം, അർത്ഥം, കാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനം ഉണ്ടെങ്കിലേ, അർത്ഥം ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുകയുള്ളൂ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് മോക്ഷം എന്ന് പറയുന്നു. അപ്പോൾ മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയായി ഈ ഭൗതിക ലോകത്തിലെ പ്രശ്നങ്ങൾ, ആദിഭൗതിക ക്ലേശങ്ങൾ, ആധ്യാത്മിക ക്ലേശങ്ങളും ഈ പറയുന്ന ക്ലേശങ്ങളെല്ലാം മതിയായി, ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിച്ച് പലവരും മോക്ഷം ആഗ്രഹിക്കുന്നു, ഇവിടുന്ന് രക്ഷ നേടണമെന്ന്. അല്ലാതെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷയാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഭഗവാനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കണമെന്നില്ല. ആയിക്കൂടായികയില്ല, എന്നാൽ മിക്കവാറും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. മോക്ഷം എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളും ഉണ്ട്. ഒരർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത് മോക്ഷത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ പലപ്പോഴും മോക്ഷത്തെ ആളുകൾ പ്രശ്നത്തിൽ നിന്നുള്ളൊരു നിവാരണമായിട്ട് കാണുന്നു. പിന്നെ വേറെ തരത്തിൽ ആളുകൾ മോക്ഷത്തെ നോക്കി കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രഹ്മജ്യോതിയിലേക്ക്, ഭഗവാന്റെ ആ ദിവ്യമായിട്ടുള്ള ശരീരത്തിൽ നിന്ന് വരുന്ന ആ ജ്യോതിയാണ് ബ്രഹ്മജ്യോതി, അല്ലേ? ആ ബ്രഹ്മജ്യോതിയിലേക്ക് ലയിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് പലവരും ഉപാസന ചെയ്യുന്നു. അപ്പോൾ അവരും മോക്ഷം ആഗ്രഹിക്കുന്ന, അവരുടെ മോക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നിരാകാര ബ്രഹ്മത്തിലേക്ക്, ഭഗവാന്റെ ആ ദിവ്യ തേജസ്സിലേക്ക് ലയിക്കുക എന്നുള്ള ഉദ്ദേശം. അതിനുശേഷമാണ് പിന്നീട് വരുന്നതാണ് പഞ്ചമ പുരുഷാർത്ഥം. ഈ 4 പുരുഷാർത്ഥങ്ങൾക്ക് അപ്പുറമാണ് പഞ്ചമ പുരുഷാർത്ഥം. അതാണ് ഭക്തി, ശുദ്ധഭക്തി എന്ന് പറയുന്നത്, ഭക്തിയുത സേവനങ്ങൾ എന്ന് പറയുന്നത്. അത് എന്ന് പറയുന്നത് ഈ പറയുന്ന അതാണ് പറയുന്നത്, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. വേദങ്ങൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 86% ശാസ്ത്രങ്ങളിൽ, വേദങ്ങളിൽ പറയുന്നത് ധർമാർത്ഥ കാമമോക്ഷത്തെക്കുറിച്ചാണ്. ബാക്കിയുള്ള 14% ഭക്തിയുത സേവനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ പഞ്ചമ പുരുഷാർത്ഥത്തെക്കുറിച്ചും പറയുന്നത്. അതിൽ വെച്ച് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശ്രീമദ് ഭാഗവതം, നമ്മൾ പഠിക്കുന്ന ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഈ മഹാഗ്രന്ഥം, ഇതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. കാര്യം ഇവിടെ ശുദ്ധഭക്തിയെക്കുറിച്ച് മാത്രമാണ്. ഈ ഒരു ഗ്രന്ഥത്തിൽ ഒരിക്കലും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു ഉദ്ദേശം വേറെ ഒന്നുമല്ല, ധർമാർത്ഥ കാമമോക്ഷമേ അല്ല. ഇവിടെ പറയുന്നത് എന്താണ്? യുധിഷ്ഠിര മഹാരാജാവിന് എല്ലാം പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. കാര്യം യുധിഷ്ഠിര മഹാരാജാവ് ഒരു രാജാവാണ്, അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്, പ്രജകളെ നേർവഴിക്ക് നയിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം അറിഞ്ഞിരിക്കണം, അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശത്തോടു കൂടി എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് ഭീഷ്മപിതാമഹനാണെങ്കിൽ അത്രമാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത് അതാണ്, അദ്ദേഹം ഒരുപാട് ശാസ്ത്രങ്ങളിൽ നിന്നും ഒരുപാട് പുരാണങ്ങളിൽ നിന്നും മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം ഉദാഹരണങ്ങൾ എടുത്ത് യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു, എങ്ങനെയാണ് വർണ്ണാശ്രമധർമ്മം ചെയ്യേണ്ടത് എന്നുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വെറുതെ തിയറി മാത്രമല്ല പറയുന്നത് ഭീഷ്മപിതാമഹൻ, അതിന് ഉദാഹരണങ്ങളും, അതായത് ഉദാഹരണം രാമായണത്തിൽ നിന്നും മറ്റുള്ള പുരാണങ്ങളിൽ നിന്നും അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവിടെ പറഞ്ഞിട്ടുള്ള പല ഉദാഹരണങ്ങളും പല വ്യക്തികളും അവരെങ്ങനെ ചെയ്തു, അവരെങ്ങനെയാണ് കാര്യങ്ങൾ രാജ്യം ഭരിച്ചത്, അല്ലെങ്കിൽ ധർമാർത്ഥ അവരെങ്ങനെയാണ് പ്രജകളെ നോക്കിയത്, അങ്ങനെ ഓരോ ഉദാഹരണങ്ങളെടുത്ത് അദ്ദേഹം ചരിത്രത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പിന്നെ പല കാര്യങ്ങളും ഭീഷ്മപിതാമഹന് സ്വന്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഉണ്ട്. കാര്യം അത്രമാത്രം അദ്ദേഹം വളരെ വരിഷ്ഠനായിട്ടുള്ളൊരു വ്യക്തിയാണ്, ശുദ്ധഭക്തനാണ്. അത് മാത്രമല്ല അദ്ദേഹത്തിന് എല്ലാവിധ ജ്ഞാനവും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവിധ എക്സ്പീരിയൻസും ഉള്ള ഒരു വ്യക്തിയാണ് ഭീഷ്മപിതാമഹൻ. അപ്പോൾ അദ്ദേഹം പഠിച്ചതും അദ്ദേഹം കണ്ടതും അദ്ദേഹം കേട്ടതും അദ്ദേഹം ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ യുധിഷ്ഠിര മഹാരാജാവിന് ഉദാഹരണ സഹിതം
ഉദാഹരണ സഹിതം ചരിത്രത്തിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും ഉദാഹരണ സഹിതം യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നു. അതാണ് ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ കാണുന്ന കാര്യം. അപ്പോൾ ഒരു കാര്യം കൂടി ശിലപ്രഭാത് ഇവിടെ പറയുന്ന ഭാവാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പല ചരിത്രങ്ങളും പല വിവരണങ്ങളും ശാസ്ത്രങ്ങളിൽ പറയുന്നത് അത് ചിലപ്പോൾ ഒരു ഓർഡറിലായിക്കൊള്ളണമെന്നുമില്ല. പക്ഷേ പല യുഗത്തിലും പല യുഗത്തിലും പല കൽപ്പത്തിലും നടന്നിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും അല്ലേ. ചില ലീലകളൊക്കെ നമ്മൾ 2 വെർഷൻ 3 വെർഷനൊക്കെ കേൾക്കും അല്ലേ. അപ്പം നമ്മൾ വിചാരിക്കും അതെന്താ ഇങ്ങനെ പറയുന്നത്, ഇവിടെ ഇങ്ങനെയല്ല പറയുന്നത്, അവിടെ കുറച്ച് ഡീറ്റെയിൽസ് മാറി. അപ്പോൾ ഒരേ ഭഗവാന്റെ അവതാരത്തിന് പല ഡീറ്റെയിൽസ് നമ്മൾ കാണാം അല്ല. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, കൽപ്പഭേദം കൊണ്ട് വ്യത്യാസങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ അതൊന്നും കൽപ്പഭേദമൊന്നും കണക്കിലെടുക്കേണ്ട കാര്യമില്ല. എന്താണോ കേൾക്കുന്നത് ശാസ്ത്രങ്ങളിൽ നിന്ന്, ഓത്തൻറ്റിക് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന്, ഒരു ശുദ്ധ ഭക്തനിൽ നിന്നാണ് നമ്മളത് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക. അതിൽ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇവിടെ ഭീഷ്മപിതാമഹൻ അതേപോലെ തന്നെ നമ്മുടെ യുധിഷ്ഠിര മഹാരാജാവും നമ്മളെ പഠിപ്പിച്ചു തരുന്ന കാര്യം അതാണ്. വളരെ ക്ഷമയോടുകൂടി വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് യുധിഷ്ഠിര മഹാരാജാവ് ഇതെല്ലാം കേൾക്കുന്നത് അല്ലേ. എത്ര ബഹുമാനത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഭീഷ്മപിതാമഹൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നു. അങ്ങനെയാണ് യുധിഷ്ഠിര മഹാരാജാവിനൊരു സമാധാനം കിട്ടുന്നത് അല്ലേ. ഇത്രയും വേറെ പല വരിഷ്ഠരായിട്ടുള്ള വ്യക്തികളും പറഞ്ഞിട്ടും, ഭഗവാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടും അദ്ദേഹത്തിന് മനസമാധാനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അദ്ദേഹത്തിന് സമാധാനം കിട്ടിത്തുടങ്ങുന്നത്. ഭീഷ്മപിതാമഹനിൽ നിന്ന് ഈ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ. പിന്നെ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. 29. ധർമ്മം പ്രവദതസ്തസ്യ സാകാലാ പ്രത്യുപാസ്ഥിതഃ യോ യോഗിനശ്ചന്ദമൃത്യോർ വാഞ്ചിതസ്തുത്തരായണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ധർമ്മ പ്രവർത്തതസ്തസ്യ സകാല പ്രത്യുപസ്ഥിതഃ യോ യോഗിനച്ഛന്ദമൃത്യോർവാഞ്ചിതസ്തുത്തരായണഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമ്മം പ്രവദതസ്തസ്യ സകാല പ്രത്യുപസ്ഥിതഃ യോ യോഗിനശ്ചന്ദമൃത്യോർവാഞ്ചിതസ്തുത്തരായണഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമ്മം പ്രവദതസ്തസ്യ സകാല പ്രതിപസ്ഥിതഃ യോ യോഗിന ഛന്ദമൃത്യോർവാഞ്ചിതസ്തുത്തരായണഃ. ഹരേ കൃഷ്ണ. ഓക്കെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. പ്രണാമം. വായിച്ചോളൂ. ധർമ്മം ശ്ലോകം വായിക്കണേ. ധർമ്മം പ്രവദതസ്തസ്യ സകാലാ പ്രത്യുപസ്ഥിത യോ യോഗിനശ്ചന്ദമൃത്യോർവാഞ്ചിതസ്തുത്തരായണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. ഭീഷ്മദേവൻ കർമ്മസംബന്ധമായ കർത്തവ്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരുന്ന വേളയിൽ സൂര്യന്റെ ഗതി വടക്കേ ചക്രവാളത്തിൽ എത്തിച്ചേർന്നു. സ്വന്തം ഇച്ഛാനുസരണം ജീവൻ ത്യജിക്കുന്ന യോഗികൾ കാക്ഷിക്കുന്ന സമയമാണിത്. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഭാവാർത്ഥം. ഉത്തമ യോഗികൾക്ക് സ്വേച്ഛയാൽ അനുയോജ്യമായ സമയത്ത് അവരുടെ ഭൗതിക ശരീരം ഉപേക്ഷിക്കാനും ഉചിതമായ ഗ്രഹങ്ങളിൽ പ്രവേശിക്കാനും സാധിക്കുന്നു. പരമപുരുഷന്റെ ഹിതമനുസരിച്ച് തങ്ങളെ സ്വയം സൂക്ഷ്മമായി തിരിച്ചറിഞ്ഞ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവർ പൊതുവെ അഗ്നിദേവന്റെ ദീപ്തി പ്രവാഹ വേളയിലും സൂര്യൻ ഉത്തരാർത്ഥത്തിൽ വടക്കേ ചക്രവാളത്തിലായിരിക്കുമ്പോഴും ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്നു. അപ്രകാരം അവർ ആത്മീയാകാശം പ്രാപ്തമാക്കുന്നു. വേദങ്ങളിൽ ഈ സമയങ്ങൾ ശരീരം ത്യജിക്കാൻ ഉത്തമമെന്ന് പരാമർശിച്ചിരിക്കുന്നു.
യോഗതന്ത്രത്തിൽ പ്രവീണമായ പൂർണ്ണാഭിജ്ഞനായ യോഗികൾ ഈ ആനുകൂല്യത്തെ പ്രയോജനപ്പെടുത്തുന്നു. ആഗ്രഹിക്കുന്ന പക്ഷം ഭൗതിക ശരീരം ത്യജിക്കാൻ കഴിവുള്ള ഒരു അവസ്ഥ പ്രാപ്തമാക്കുകയാണ് യോഗ പരിപൂർണതയുടെ അർത്ഥം. അത് യാതൊരു ഭൗതിക യന്ത്രത്തിന്റെയും സഹായമില്ലാതെ ഏത് ഗ്രഹത്തിലും ഒട്ടും താമസം കൂടാതെ എത്തിച്ചേരാനുള്ള കഴിവ് യോഗികൾക്കുണ്ട്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ അത്യുന്നതമായ ഗ്രഹസമൂഹങ്ങളിൽ എത്തിച്ചേരാൻ യോഗികൾക്ക് സാധ്യമാക്കുന്നു. എന്നാൽ ഇത് ഭൗതികവാദിക്ക് അസാധ്യമാണ്. മണിക്കൂറിൽ ദശലക്ഷക്കണക്കിന് മൈൽ വേഗത്തിൽ സഞ്ചരിച്ചാൽ പോലും ഉന്നത ഗ്രഹങ്ങളിൽ എത്തിച്ചേരാനുള്ള മനുഷ്യ പ്രയത്നങ്ങൾക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. ഇത് വ്യത്യസ്തമായൊരു ശാസ്ത്രമാകുന്നു എന്ന് മാത്രമല്ല, ഭീഷ്മദേവന് ഇതിനെ എപ്രകാരം പ്രയോജനപ്പെടുത്തണമെന്ന് ശരിക്കും അറിവുമുണ്ടായിരുന്നു. തന്റെ ഭൗതിക ശരീരം ത്യജിക്കാൻ അനുയോജ്യമായ നിമിഷത്തെയാണ് അദ്ദേഹം കാത്തിരുന്നത്. അദ്ദേഹത്തിന്റെ ധീരോദാത്തവും കുലീനരുമായ പൗത്രർക്ക് പാണ്ഡവർ ഉപദേശം നൽകിക്കൊണ്ടിരുന്നപ്പോൾ ആ സുവർണാവസരം സമാഗതമായി. ആകയാൽ ഉദാത്തനായ ശ്രീകൃഷ്ണ ഭഗവാന്റെയും ധർമാത്മാക്കളായ പാണ്ഡവരുടെയും ഭഗവാൻ വ്യാസദേവന്റെയും നേതൃത്വത്തിലുള്ള ശ്രേഷ്ഠ സന്യാസിമാരുടെയും മറ്റു ഉത്കൃഷ്ട ആത്മാക്കളുടെയും സമക്ഷം ഭീഷ്മദേവൻ തന്റെ ഭൗതിക ശരീരം ത്യജിക്കാൻ തയ്യാറായി. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. താങ്ക് യു. ഇവിടെ അങ്ങനെ ഭീഷ്മ പിതാമഹൻ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പറഞ്ഞു. ധർമാർത്ഥ കാമമോക്ഷത്തെക്കുറിച്ച് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഭക്തിയെക്കുറിച്ചും പറയുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹം വർണ്ണാശ്രമധർമ്മത്തെക്കുറിച്ച് പറയുന്നു. 26-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ കാണുന്നു വർണ്ണാശ്രമധർമ്മം, അതേപോലെ മറ്റുള്ള ദാനധർമ്മം, രാജധർമ്മം, മോക്ഷധർമ്മം, പിന്നെ സ്ത്രീധർമ്മം എന്താണ്, പിന്നെ ഭഗവത് ധർമ്മവും. ഭഗവത് ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുത സേവനങ്ങളും ഭഗവത് ധർമ്മം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് അദ്ദേഹം ഭഗവത് ധർമ്മവും പറയുന്നു, എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. യുധിഷ്ഠിര മഹാരാജാവിന് എല്ലാവിധ അറിവുകളും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഭീഷ്മ പിതാമഹൻ അദ്ദേഹം ശരീരം വിടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ സമയം എത്തിയിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നു എന്താണ്, ഇതെല്ലാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത്, ആ സമയം ഇതെല്ലാം വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഉചിതമായിട്ടുള്ള സമയം വന്നു. ഭീഷ്മ പിതാമഹന് ശരീരം വിടാനുള്ള ഉചിതമായിട്ടുള്ള സമയം. എന്താണ് ഇവിടെ പറയുന്നത്? ചന്ദമൃത്യു എന്ന് പറയുന്ന ഒരു വാക്ക് കാണാം അല്ലേ. ചന്ദമൃത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഹായോഗികൾക്ക് ഒരു കഴിവുണ്ട്. അവരവർക്ക് ശരീരം എപ്പോൾ വിടണമെന്ന് അവർക്ക് തീരുമാനിക്കാം. അവരുടെ ഇഷ്ടത്തിന് ഇച്ഛാമൃത്യു എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ. അദ്ദേഹത്തിന് എപ്പോൾ ശരീരം വിടണം, ആ സമയത്ത് അവർക്ക് ശരീരം വിടാനുള്ള ആ കഴിവ് മഹായോഗികൾക്ക് മാത്രമുള്ള കഴിവുകളാണ്. സാധാരണ ആളുകൾക്ക്, നമ്മളെപ്പോലുള്ളവർക്ക് സാധിക്കില്ല. അങ്ങനെ ഭീഷ്മപിതാമഹൻ ശുദ്ധഭക്തനാണ്. അതുമാത്രമല്ല മഹായോഗിയും കൂടിയാണ്. ശുദ്ധഭക്തനാണെങ്കിൽ എല്ലാവിധ യോഗികളുടെ ആ ഒരു കഴിവുകളും ഒരു ശുദ്ധഭക്തന് കിട്ടും. ഭഗവാൻ അതെല്ലാം കൊടുക്കുന്നു അല്ലേ. പക്ഷേ ചില യോഗികളുണ്ട്, അവർ ഇതേപോലുള്ള യോഗ സിദ്ധികളിൽ മാത്രമായിരിക്കും അവർക്ക് താല്പര്യം. പല യോഗികളും അഷ്ടാംഗ സിദ്ധികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അഷ്ടാംഗ യോഗം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ അഷ്ടാംഗ യോഗത്തിലൂടെ പല സിദ്ധികളും ആളുകൾ ആഗ്രഹിച്ച് അത് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ് സിദ്ധികൾ? പല സിദ്ധികൾ കേട്ടിട്ടുണ്ടാവും. അഷ്ടസിദ്ധി എന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് ചെറുതിനേക്കാൾ ചെറുതാവുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു വായുവിൽ പറക്കുന്ന രീതിയിൽ അത്രയും നമ്മുടെ വെയിറ്റ് കുറയുന്നു. തൂവൽ പറന്നടക്കുന്ന പോലെ പറന്നടക്കാൻ പറ്റുന്നു. അതേപോലെ ഏറ്റവും ആവാൻ പറ്റുന്നു. കടുകുമണി പോലെ ചെറുതാവാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ വലുതാവാൻ സാധിക്കുന്നു. പിന്നെ പ്രാപ്തി എന്ന് പറയുന്ന ഒരു കഴിവുണ്ട്. അതായത് ഇവിടെ ഇരുന്നു കൊണ്ട് വേറെ രാജ്യത്തോ അല്ലെങ്കിൽ വേറെ ഗ്രഹങ്ങളിലോ ഉള്ള സാധനങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതെല്ലാം പ്രാപ്തി എന്ന് പറയുന്ന സിദ്ധി. പിന്നെ പലവർ കേട്ടിട്ടുണ്ടാവും വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്നു. അതൊക്കെ ഇപ്പോഴും പല യോഗികളും ഹിമാലയത്തിലൊക്കെ ചെയ്യുന്നതുണ്ട്. ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് യോഗികൾ ഇപ്പോഴും ഉണ്ട്.
ശീല രാധാനാഥ് സ്വാമി മഹാരാജ്, പരംപൂജ്യ ശീല രാധാനാഥ് സ്വാമി മഹാരാജ് അദ്ദേഹത്തിൻ്റെ ജേണി ഹോം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ശീല പ്രഭുപാദിനെ കാണുന്നേക്കാൾ മുമ്പ് ഇതേപോലെ ഒരുപാട് യോഗികളെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. ഹിമാലയങ്ങളിൽ അദ്ദേഹം ഒരുപാട് സമയം അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. പല പല യോഗികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നു, അതിൽ ആ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്, അദ്ദേഹം നേരിട്ട് കണ്ടതാണ്. പലവരും വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്നു, ചിലവർ താഴെ ഭൂമിയിൽ അവരുടെ കാല് മുട്ടുന്നില്ല, കുറച്ച് അടി മുകളിലായിരിക്കും അവരുടെ കാലുകൾ, താഴെ അതായത് പറന്ന് നടക്കുന്ന പോലെ. ചിലവർ യോഗാസനത്തിലിരിക്കുമ്പോൾ താഴെ മുട്ടാതെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നു. അങ്ങനെ പല പല യോഗികളെ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് അദ്ദേഹത്തിന് ഗുരുവിനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരുപാട് അദ്ദേഹം നടന്നു, ഇന്ത്യ മുഴുവനും നടന്നു. അവസാനം അദ്ദേഹം എവിടെ പോയിട്ടും അല്ലെങ്കിൽ പല ആളുകളെയും കണ്ടിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലൊരു സന്തോഷം കിട്ടിയില്ല, അദ്ദേഹത്തിന് ഒരു സംതൃപ്തി കിട്ടിയില്ലായിരുന്നു. അങ്ങനെയാണ് പിന്നീട് നമ്മുടെ ശിലപ്രഭുപാദിനെ അദ്ദേഹം കാണുന്നത്. പിന്നെ ശിലപ്രഭുപാദിനെ ഒരിക്കൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഗുരു എന്ന് പറഞ്ഞാൽ ഇതാണ്, ശരിയായിട്ടുള്ള ഗുരു എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ജീവിതം ശിലപ്രഭുപാദിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. പിന്നീട് എന്ത് സംഭവിക്കുന്നു? പരംപൂജ്യ ശീലരാധാനാഥ് സ്വാമി മഹാരാജിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ മുതിർന്ന സന്യാസിമാരിൽ വെച്ച് വളരെ വരിഷ്ഠനായിട്ടുള്ളൊരു ഭക്തനാണ്. മഹാരാജിനെ പോലെ മഹാരാജ് മാത്രമേ ഉള്ളൂ. മഹാരാജ് മാത്രമേ ഉള്ളൂ, ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ. അദ്ദേഹത്തിൻ്റെ സംസാരിക്കുന്ന രീതിയാണെങ്കിലും അദ്ദേഹം ആളുകളുമായിട്ട് എങ്ങനെ സമ്പർക്കം ചെയ്യുന്നു, എങ്ങനെ ഇടപഴകുന്നു, പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഏത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെയും എങ്ങനെ നേരിട്ട് കാണുന്നു, അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹരികഥയാണെങ്കിൽ പറയേണ്ടത് ആവശ്യമില്ല. കാര്യം എല്ലാവിധ ക്വാളിറ്റീസും നിറഞ്ഞു നിൽക്കുന്ന അതായത് ഒരു ശുദ്ധഭക്തനാവുമ്പോൾ അവർക്ക് എല്ലാ ക്വാളിറ്റികളും കിട്ടും. ഭഗവാൻ കൊടുക്കുന്നതാണ്. കാര്യം ജീവിതം മാറ്റിവെച്ചവർക്ക് പൂർണ്ണമായിട്ടും വേറെ ഒന്നും അവർക്കില്ല. ശ്രീ ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ അവരവരുടെ ജീവിതം മാറ്റിവെച്ചിട്ടുള്ള അങ്ങനെയുള്ള ഭക്തർക്ക് ഭഗവാൻ എല്ലാവിധ ക്വാളിറ്റികളും കൊടുക്കും. കാര്യം ശുദ്ധഭക്തനാണ് ശിലപ്രഭുപാദിനെ പോലെ ശുദ്ധഭക്തൻ്റെ തൃപ്പാദങ്ങളിൽ ഇവർ സമർപ്പിച്ചിരിക്കുകയാണ് ജീവിതം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ എല്ലാവിധ കഴിവുകളും കൊടുക്കും. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള യോഗികളെയൊക്കെ കണ്ടവർ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ കൂട്ടത്തിലും ഒരുപക്ഷെ കണ്ടവരുണ്ടാവും, കാണുന്നവരുണ്ടാവും. അപ്പോൾ ആരെങ്കിലും വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്നു എന്നൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈവൻ നമ്മൾ നേരിട്ട് കണ്ടാലും അത്ഭുതപ്പെടേണ്ട ആവശ്യവുമില്ല. ഇതെല്ലാം യോഗ സിദ്ധികളാണ്, ഇതെല്ലാം ഭൗതിക തലത്തിലുള്ള കാര്യങ്ങളാണ്. ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും ആധ്യാത്മികപരമായിട്ടുള്ള ഒരു കാര്യം, ആധ്യാത്മികപരമായിട്ടുള്ള ഒരു ബന്ധവും ഇല്ല ഇതിനൊന്നും. തികച്ചും ഭൗതികമായിട്ടുള്ള കഴിവുകളാണ് ഇതെല്ലാം. പക്ഷേ ഈ കഴിവുകൾ സാധാരണ എല്ലാവർക്കും കിട്ടുന്നതുമല്ല. ഒരുപാട് ഭഗവാന്റെ കടാക്ഷം കൊണ്ടും ഒരുപാട് ജന്മങ്ങളിലായിട്ട് ഇങ്ങനെയുള്ളവർ പല പല യോഗ അഭ്യാസങ്ങളും ചെയ്തിട്ടും ഒക്കെയാണ്, പല പല ഉപാസനകളും ചെയ്തിട്ടും ഒക്കെ ആയിരിക്കും ഇങ്ങനെ കഴിവുകൾ അവർക്ക് കിട്ടുന്നത്. അല്ലാതെ വെറുതെ ആർക്കും കിട്ടുന്ന കഴിവുകളല്ല അതൊക്കെ. കാര്യം ഇതൊക്കെ വലിയ കാര്യങ്ങളാണല്ലേ, നമുക്ക് അത്ഭുതം തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആളുകൾ വിചാരിക്കുന്നു, ഇതാണ് ദൈവം, ഇതാണ് ഭഗവാൻ. ദൈവം എന്ന് പറഞ്ഞാൽ ഇതാണ്. കണ്ടില്ലേ, പറന്ന് നടക്കുന്നു, കാറ്റിൽ നിന്ന് അല്ലെങ്കിൽ വായുവിൽ നിന്ന് പഴങ്ങൾ തരുന്നു, ഇതൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭഗവാനാണ്, ദൈവമാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇത് ദൈവമാവേണ്ട ആവശ്യമില്ല, യോഗിയായാൽ മതി. അപ്പോൾ ഇതെല്ലാം ഭൗതിക തലത്തിലുള്ള കാര്യങ്ങളാണ്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ കാര്യമാണ്. ഈ പറയുന്ന കൂട്ടത്തിലുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ ഈ പറയുന്ന യോഗികൾക്ക് ഗോവർദ്ധന പർവ്വതമൊന്നും എടുക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഭഗവാൻ, നമ്മുടെ പരമദൈവോത്തമ പുരുഷൻ ഭഗവാൻ കൃഷ്ണൻ അവതാരം എടുത്ത് വന്നപ്പോൾ ചെയ്തിട്ടുള്ള
അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് ചെയ്യാൻ സാധിക്കില്ല. അവരുടെ ഒരു ലിമിറ്റേഷനിൽ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പറക്കുന്നതും നടക്കുന്നതും ഒക്കെ. അതിന് ഒരു വളരെ മനോഹരമായിട്ടുള്ള ഉദാഹരണം ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അനുയായികൾ കേട്ടിട്ടുണ്ടാവും. നരോത്തം ദാസ് ഠാക്കൂർ, ശീല നരോത്തം ദാസ് ഠാക്കൂർ, ശീല ശ്യാമാനന്ദ പണ്ഡിറ്റും അതേപോലെ തന്നെ ശീല ശ്രീനിവാസാചാര്യ, നമ്മുടെ ഷഡ്ഗോസ്വാമിമാരുടെ ആ ഒരു ജനറേഷൻ കഴിഞ്ഞ് അടുത്ത ജനറേഷനാണ് ഇവർ 3 പേരും. വളരെ വരിഷ്ഠരായിട്ടുള്ള ഭക്തരാണ്. അതിൽ ശീല ശ്യാമാനന്ദ പണ്ഡിറ്റ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം മഹാഭക്തനാണ്. അദ്ദേഹം മഹാഭക്തനുമാണ്. അത് മാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് ഇതുപോലെ യോഗസിദ്ധികളും ഉണ്ടായിരുന്നു. ആളുകൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, പക്ഷേ മാത്രം ശുദ്ധഭക്തനാണ് അദ്ദേഹം. അപ്പോൾ ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഭക്തൻ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, ഇവിടെ അടുത്തൊരു യോഗി വന്നിട്ടുണ്ട്. ആ യോഗി ഇങ്ങനെ പറക്കുന്നു എന്ന് പറയാണ്. അതായത് വായുവിൽ ഇങ്ങനെ പറക്കുന്നു. അപ്പോൾ എല്ലാവരും അത്ഭുതത്തോടു കൂടി അവിടെ പോയിരിക്കുവാണ്. ഇത് നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, കേട്ടിട്ടുണ്ടാവും, ഭഗവാൻ ഗോപിനാഥ് ശ്രീപാദ് മാധവേന്ദ്രപുരിക്ക് വേണ്ടിയിട്ട് പായസം മോഷ്ടിക്കുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഷീർ ചോർ ഗോപിനാഥ് എന്ന് പറയുന്ന ആ ഒരു കഥ നമ്മൾ ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ഭഗവാൻ ശുദ്ധഭക്തനായിട്ടുള്ള ശ്രീപാദ് മാധവേന്ദ്രപുരിക്ക് വേണ്ടി സ്വീറ്റ് റൈസ്, അല്ലെങ്കിൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പായസം മാറ്റിവെക്കുന്നത്. അപ്പോൾ ആ കഥ നടന്നിട്ടുള്ള പ്രദേശത്താണ് ഇത് നടക്കുന്നത്. രമുണ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഒറീസയിൽ. അവിടെയാണ് ഈ ഒരു കഥ നടക്കുന്നത്. ഈ ഷീർ ചോർ ഗോപിനാഥ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഇത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു അമ്പലത്തിലേക്ക് എപ്പോഴെങ്കിലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഭക്തനെക്കുറിച്ച് നമ്മൾ കാണും. കാര്യം അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു ഭജൻ കുട്ടീരമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പോകുമ്പോൾ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കഥയാണ് ഇത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ശ്രീല രസികാനന്ദ എന്നായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര്. ശ്യാമാനന്ദ പ്രഭുവിൻ്റെ ശിഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹം ശ്രീ രസികാനന്ദ പ്രഭുവിനോട് വന്ന് ഇവർ കുറേ പേര് വന്ന് അത്ഭുതത്തോടു കൂടി പറഞ്ഞു, ഇവിടെ ഒരു മഹായോഗി നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്, നമുക്കവരെ കാണാൻ പോകണം. എല്ലാവരും അവിടെ എല്ലാവരും പോയിരിക്കുകയാണ്, അദ്ദേഹം പറന്ന് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ രസികാനന്ദ പണ്ഡിറ്റ് ആ സമയത്ത് ഇത് വെളുപ്പാൻ കാലത്താണ് നടക്കുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിൽ അദ്ദേഹം എഴുന്നേറ്റ് പല്ല് തേക്കാൻ പോകുന്ന സമയത്താണ് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യരും മറ്റുള്ളവരൊക്കെ കൂടെ വന്ന് അത്ഭുതത്തോടു കൂടി പറയുന്നത്. കാര്യം ശ്രീ രസികാനന്ദ പണ്ഡിറ്റ് അവിടെയുള്ള അറിയപ്പെടുന്ന ഒരു ഭക്തനാണ്. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് കാണാൻ പോവാം, എല്ലാവരും അവിടെ പോയി ഞങ്ങൾക്കും കാണാൻ പോകണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യർ പറയുകയാണ് ഞങ്ങൾക്കും കാണാൻ പോകണം, എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. നമ്മൾ പണ്ടത്തെ കാലത്ത് പല്ല് തേക്കുന്നത് ബ്രഷ് ഉപയോഗിച്ചിട്ടല്ല, എന്താ പറയുക, ആ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണല്ലേ ചെയ്യുന്നത്. മരത്തിൻ്റെ പല്ല് തേക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് ഇദ്ദേഹം പല്ല് തേക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുന്നു, 1, 2, 3 പ്രാവശ്യം ഇവർ എടുത്തെടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇദ്ദേഹം അധികം അതിനെ കാര്യമായിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ വീണ്ടും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശിഷ്യർ, അങ്ങേക്കറിയില്ല, മഹായോഗിയാണ്, അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് അത്ഭുതമായിട്ട് തോന്നും, ഞങ്ങൾക്കും കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ശ്രീ രസികാനന്ദ പ്രഭു ശിഷ്യരോട് പറഞ്ഞു, ഇത് ഇത്ര വലിയ കാര്യമാണോ നിങ്ങൾ ഇത്രയും വലിയ അത്ഭുതമായിട്ട് പറയുന്നത്? അല്ല, ഇതേപോലെ ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ശ്രീ രസികാനന്ദ പ്രഭുവിൻ്റെ ശിഷ്യരായിട്ട് ഇവർ കുറേ കാലങ്ങളായി. അപ്പോൾ അവർ പറയും, ഇങ്ങനൊരു ആളെ കണ്ടിട്ടില്ല, ഇത്രയും സിദ്ധിയുള്ള ഒരാളെ കണ്ടിട്ടില്ല, അപ്പോൾ ഞങ്ങൾ കാണുന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ രസികാനന്ദ പ്രഭു വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം പല്ല് തേച്ച് കഴിഞ്ഞതിന് ശേഷം ആ വള്ളി എടുത്തു, ആ ചുള്ളിക്കമ്പ് അല്ലേ, ആ ഒരു കമ്പ് എടുത്തിട്ടാണല്ലോ പല്ല് തേക്കുന്നത്. ആ കമ്പെടുത്ത് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് കാലിൻ്റെ ഇടയിലേക്ക് വെച്ചു.
കാലിൻ്റെ ഇടയിലേക്ക് വെച്ചത് മാത്രം ഇവർ ശിഷ്യർ കണ്ടു. എന്ത് സംഭവിക്കുന്നു? രസികാനന്ദ പ്രഭു ആ കമ്പിൻ്റെ മുകളിലിരുന്ന് ഇങ്ങനെ പറന്ന് നടക്കുവാണ്. അതായത് ആ വടിയുടെ മുകളിൽ അദ്ദേഹം ഇരിക്കുന്നു. അദ്ദേഹം തനിയെ പൊന്തുന്നു, ആശ്രമത്തിന് ചുറ്റും ഇങ്ങനെ പറന്നു കൊടുക്കുന്നു. അപ്പോൾ ശിഷ്യരെല്ലാം ഇത് കണ്ട് അത്ഭുതമായി. ശിഷ്യർക്ക് മനസ്സിലായി. ഇദ്ദേഹം അങ്ങനെ എഴുന്നേറ്റ് 3-4 റൗണ്ടെല്ലാം ചെയ്ത് അദ്ദേഹം താഴെ വന്നു. എന്നിട്ട് ചോദിച്ചു, ഇതാണോ ഇത്ര വലിയ കാര്യം? നിങ്ങൾ പറയുന്ന പറക്കുന്നു എന്ന് പറഞ്ഞ് ഇതാണോ ഇത്ര വലിയ കാര്യം? ഇത് കേട്ടപ്പോൾ ശിഷ്യർക്ക് അത്ഭുതമായി. ഇവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ക്ഷമിക്കണം, ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങേക്ക് ഈ പറയുന്ന സിദ്ധികളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ശ്രീ രസികാനന്ദ പ്രഭു പറഞ്ഞു അവരോട്, സമാധാനമായിട്ടിരിക്കൂ, ഇതൊക്കെ ഒന്നുമല്ല, ഇത് വെറും ഭൗതികമായിട്ടുള്ളൊരു സിദ്ധിയാണ്. പക്ഷേ നമുക്ക് വേണ്ടത് ഇതൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ ഇങ്ങനെയൊക്കെ പല സിദ്ധികളും കാണുമ്പോൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. നല്ലൊരു ശുദ്ധ ഭക്തനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ സിദ്ധികളും ഉണ്ടാവും. എല്ലാവിധ സിദ്ധികളും ഭഗവാൻ കൊടുക്കുന്നു. പക്ഷേ ഒരുപക്ഷെ അവരത് കാണിക്കുന്നുണ്ടാവില്ല പുറത്ത്, പക്ഷേ അവർക്ക് സിദ്ധി ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, വരിഷ്ഠരായിട്ടുള്ള ഭക്തർക്ക് നമ്മുടെ മനസ്സ് അറിയാൻ സാധിക്കുമെന്ന് പറയുന്നത് വെറുതെയല്ല. ശ്രീല പ്രഭുപാദിനെ പോലെ ശുദ്ധ ഭക്തൻ, അദ്ദേഹത്തിന് ഉദാഹരണം എടുത്തു നോക്കൂ. 11 വർഷം കൊണ്ട് 70-ാമത്തെ വയസ്സിൽ അമേരിക്കയിൽ പോയിട്ട് 11 വർഷം കൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള ആ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ, 108 അമ്പലങ്ങളും ഹരേകൃഷ്ണ പ്രസ്ഥാനവും അദ്ദേഹം ലോകം മുഴുവനും അദ്ദേഹം പ്രചരണം ചെയ്ത് അവിടെ സ്ഥാപിച്ചു. ഹരേകൃഷ്ണ പ്രസ്ഥാനം സ്ഥാപിക്കുക മാത്രമല്ല, എല്ലാവർക്കും ഭാഗവതം, ഭഗവത്ഗീത, ഹരേകൃഷ്ണ മഹാമന്ത്രം അദ്ദേഹം വിതരണം ചെയ്തു വെറും ചുരുങ്ങിയ കാലം കൊണ്ട്. ഇത് നേരിട്ട് ഞാൻ ഈയിടയ്ക്ക് കണ്ടു. ഈയിടയ്ക്ക് UK, യുണൈറ്റഡ് കിങ്ഡം, ലണ്ടനിലേക്ക് പോകാനുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ അവിടെ പോയ സമയത്ത് ഒരുപാട് അവിടുത്തെ പല സിറ്റീസിലും നമ്മൾ പോയി. എല്ലായിടത്തും ശീലപ്രഭുപാദിൻ്റെ പ്രസൻസ് ഉണ്ട്. അവിടെ പ്രത്യേകിച്ചും ശീലപ്രഭുപാദ് കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ള ലണ്ടനിലൊരു അമ്പലമുണ്ട്, ഭക്തിവേദാന്ത മാനർ എന്ന് പറയും. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. പച്ചപ്പും ഹരിതാപവുമായിട്ടുള്ള സ്ഥലമാണ്. ഏകദേശം 100 ഏക്കറോളം സ്ഥലമുണ്ട് അവിടെ. വളരെ മനോഹരമായിട്ടുള്ള ഗോശാല, അതായത് പശുക്കൾക്ക് കഴിക്കാനുള്ള പുല്ലുകൾ, അതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം മാത്രം. അതേ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിനാണ് ഉള്ളത്. പിന്നെ അതേപോലെ അമ്പലമുണ്ട്, ഒരുപാട് ചുറ്റും വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണത്. അപ്പോൾ അവിടെ നമ്മൾ പോയി. അതേപോലെ പല സ്ഥലങ്ങളിലും അടുത്തുള്ള വേറെയും UK മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി. അപ്പോൾ എല്ലായിടത്തും ശീലപ്രഭുപാദിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ഭക്തരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, അദ്ദേഹം ചെയ്തിട്ടുള്ള മാജിക്ക് ഈ പറയുന്ന പറക്കുന്ന പോലെയൊന്നുമല്ല, അതിനേക്കാൾ അപ്പുറത്ത് വലിയ മാജിക്കാണ് ചെയ്തിട്ടുള്ളത്. ആർക്കും അറിയാത്ത, ഭഗവത്ഗീത എന്താണെന്നറിയില്ല, കൃഷ്ണൻ എന്താണെന്നറിയില്ല, ആരാണെന്നറിയില്ല, എന്താണ് ഭക്തി എന്നറിയില്ല, ഹരേകൃഷ്ണ മഹാമന്ത്രം എന്താണെന്നറിയില്ല, ഒന്നും അറിയാത്ത ആളുകൾക്ക് അവർ പോലും ഇത്രയും വയസ്സായിട്ടുള്ള ശീലപ്രഭുപാദ് പോകുമ്പോൾ വയസ്സായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ കേട്ട് മനസ്സിലാക്കി അവർ നല്ല ഭക്തരായി മാറി. പ്രചരണം അവർ തന്നെ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്ഥലം, ലണ്ടനിലെ ഈ പറയുന്ന 100 ഏക്കറോളം ഉള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള അമ്പലം, ആ ഒരു സ്ഥലം ശീലപ്രഭുപാദിന് കൊടുത്തിട്ടുള്ളത് ജോർജ് ഹാരിസൺ എന്ന് പറയുന്ന ഒരു ഭക്തനാണ്. ജോർജ് ഹാരിസനെ ഒരു പക്ഷേ നമ്മുടെ മുമ്പുള്ള ജനറേഷനിലുള്ളവർ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പണ്ടത്തെ വലിയൊരു പാട്ടുകാരനായിരുന്നു. ലണ്ടനിലെ ഒരു വലിയ പാട്ടുകാരനായിരുന്നു. വലിയ ഈ നമ്മുടെ പോപ്പ് മ്യൂസിക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബാൻഡ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഫേമസ് ആയിട്ടുള്ള ബാൻഡ് ബീറ്റിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാൻഡ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. വേൾഡ് ഫേമസ് സിംഗർ ആയിരുന്നു അദ്ദേഹം. ഒരിക്കൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹം ഈ ജോർജ് ഹാരിസൺ ശീലപ്രഭുപാദുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടക്കുന്നു. ശീലപ്രഭുപാദ് അദ്ദേഹത്തിൻ്റെ ഭക്തരെ അമേരിക്കയിൽ നിന്ന് UK വിടുകയാണ് ചെയ്യുന്നത്. അമേരിക്കയിൽ അദ്ദേഹം ന്യൂയോർക്ക് സിറ്റിയിൽ ഇതേ പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ എന്ന് അറിയാതെ ഇരിക്കുന്നൊരു സമയമുണ്ടായിരുന്നു. എന്നിട്ട് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് 1-2 ആൾക്കാർ വന്ന് ജോയിൻ ചെയ്യുന്നു.
അദ്ദേഹത്തിനെ പുസ്തകം തർജ്ജമ ചെയ്യുന്ന ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ചെയ്യാൻ സഹായിക്കുന്നു. അങ്ങനെ പതിയെ പതിയെ ആളുകൾ നഗര സങ്കീർത്തനം തുടങ്ങുന്നു. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് ആ വേളയിൽ ഒരു വർഷം 2 വർഷം കഴിയുമ്പോൾ ശിലപ്രഭാതിൻ്റെ കുറച്ച് ഭക്തർ കൂടെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് പേരെ 3-4 പേരെ, പ്രത്യേകിച്ച് 2 ഗൃഹസ്ഥരെയാണ്, ഒരു ഭർത്താവും ഭാര്യ, അങ്ങനെ 2 കപ്പിൾ ഗൃഹസ്ഥരെ അദ്ദേഹം UK വിടുകയാണ് ചെയ്യുന്നത്. അവിടെ പോയിട്ട് ഇവർ പിന്നീട് അവർക്കൊന്നും അറിയില്ല, UK ഒന്നുമില്ല ആ സമയത്ത്. എന്ത് ഭാഗവതം, എന്ത് ഭഗവത്ഗീത ഒന്നും അറിയാത്തൊരു അവസ്ഥ. അതും അമേരിക്കയിൽ ജനിച്ചിട്ടുള്ള 2 കപ്പിൾസാണ് പോകുന്നത്. അങ്ങനെ അവർ പോയിട്ടാണ് ഇവിടെ ഈ ഭഗവത്ഗീതയും ഒക്കെ കൊണ്ടുപോകുന്നതും. അങ്ങനെ അവർ പോയി ആരുടെയൊക്കെയോ ഒരുപാട് കാലം, ഒരുപാട് സമയം ആരെയും കാണാൻ പറ്റിയിട്ടില്ല. അവിടെ ആരോട് എന്ത് പറയും അറിയോ? നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഭഗവാനെക്കുറിച്ച് ഒന്നും അറിയാത്തൊരു ആളുകളുടെ ഇടയിൽ പോയിട്ട് നമ്മൾ പ്രചരണം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന എളുപ്പത്തിലുള്ളൊരു കാര്യമല്ല. അതിന് ഒരു എക്സ്പീരിയൻസ് പേഴ്സണലി എനിക്ക് കിട്ടുകയും ചെയ്തു ഇത്തവണ. എങ്ങനെയാണെന്ന് വെച്ചാൽ, നഗര സങ്കീർത്തനത്തിന് ഞങ്ങൾ പോയി. നഗര സങ്കീർത്തനത്തിന് ഭക്തർ പോകുമ്പോൾ ഹിസ് ഗ്രേസ് അമരേന്ദ്ര പ്രഭു ഉണ്ടായിരുന്നു, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വേറെ ഭക്തരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നഗര സങ്കീർത്തനത്തിൽ പോയ സമയത്ത് പുസ്തക വിതരണം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിറ്റി, UK ലണ്ടനിലെ ഒരു സിറ്റിയുടെ മെയിൻ സിറ്റി സെൻറ്ററിൽ പോകുന്നത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, റെയിൽവേ സ്റ്റേഷനുണ്ട്, ഒരുപാട് ഹോട്ടലുകളും ഒരുപാട് പബ്ബുകൾ, ബാറുകളൊക്കെ ഉള്ള സ്ഥലമാണ്. കാര്യം UK അമേരിക്കയിലും ഇത് മാത്രമേ ഉള്ളൂ. അവിടുത്തെ പലചരക്ക് കിട്ടുന്ന കടയിലും പെട്രോൾ പമ്പിലുള്ള കടയിലും എല്ലായിടത്തും മദ്യം കിട്ടും. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഇതെല്ലാം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ത്യയിലുള്ള പോലെ, അല്ലെങ്കിൽ ഇവിടെ ഈ രാജ്യത്ത്, ഞാനിരിക്കുന്ന രാജ്യത്തുള്ള പോലെ അതിന് വേണ്ടിയിട്ടായിട്ടുള്ള ഷോപ്പിൽ മാത്രമല്ല കിട്ടുന്നത്. എല്ലാ കടകളിലും, എത്ര ചെറിയ കടകളിൽ പോയാലും, അത് റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ടും, അല്ലെങ്കിൽ വെറുതെ വഴിയിൽ പോകുമ്പോഴും, നമ്മുടെ പലചരക്ക് കിട്ടുന്ന സ്ഥലത്ത് പോലും, ഇന്ത്യൻ സ്റ്റോഴ്സിൽ പോലും മദ്യം കിട്ടും. ഇന്ത്യൻ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിപ്പും കടലയൊക്കെ കിട്ടുന്ന കടകളുണ്ട്, മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ നടത്തുന്ന. ആ സ്റ്റോറിൽ പോലും മദ്യവും സിഗരറ്റും ഒക്കെ കിട്ടും. അങ്ങനെയുള്ളൊരു സ്ഥലങ്ങളാണ് ഇതിൽ. അത്രമാത്രം എന്താ പറയുക, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ അത്രമാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളൊരു സ്ഥലമാണ്. അത് ഇപ്പോഴും അങ്ങനെയാണ്. പണ്ടത്തെ കാലത്ത് ഇത് കൂടുതലായിരുന്നു. ആ സമയത്താണ് ഇവരൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, അവിടെ പുസ്തകം വിതരണം ചെയ്യുന്ന സമയത്ത് ബാറുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരും പബ്ബുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരുടെ അടുത്താണ് നമ്മൾ പുസ്തകം കൊണ്ടുപോകുന്നത്. അപ്പോൾ പലവരും മോശമായിട്ട് നമ്മളോട് പറയും. പലവരും പറയും, അതിലൊരാൾ എൻ്റെ പരമരാധ പാർവതിയോട്, ഞങ്ങൾ 2 പേരും പുസ്തകമൊക്കെ കയ്യിൽ വെച്ച് എല്ലാവരും ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളും ട്രൈ ചെയ്തിരുന്നു. കാര്യം നമുക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഒന്നാമത് ഈ മിഡിൽ ഈസ്റ്റിൽ ഇതൊന്നും നടക്കില്ല. അങ്ങനെ നഗര സങ്കീർത്തനവും പുസ്തക വിതരണവും ഒന്നും പബ്ലിക്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആ രാജ്യങ്ങളിൽ അതൊക്കെ ഫ്രീ ആണ്. അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം, ആരും ഒന്നും ചോദിക്കില്ല. ഈവൻ നഗര സങ്കീർത്തനം നടത്തുമ്പോഴും ഹാർമോണിയം വെച്ച് മൃദംഗം വെച്ച് നമുക്ക് കീർത്തനം ചെയ്യാം, ആരും ചോദിക്കില്ല. ഗവൺമെൻറ് അതൊക്കെ അലോ ചെയ്യുന്നു. മുണ്ടെടുത്ത് പോകാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ആ സമയത്ത് 2-3 പേര് നമ്മളോട് നേരിട്ട് പറഞ്ഞു, നമ്മൾ ഈ പുസ്തകം കൊണ്ട് പോകുമ്പോൾ ഭഗവത്ഗീതയുണ്ട്, ശീലപ്രഭാതിൻ്റെ കുഞ്ഞു പുസ്തകങ്ങളുണ്ട്, ഇതെല്ലാം കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. അത് ചിലത് കിറ്റായിട്ടുണ്ട്. അതായത് 10 പൗണ്ടിന് 15 പൗണ്ടിന് ഈ ഫുൾ ഒരു 5-6 പുസ്തകമുണ്ട്. അപ്പോൾ ഇത് കിറ്റ്സ് എല്ലാമായിട്ട് ഞങ്ങൾ നടക്കുവാണ്. അപ്പോൾ ആ സമയത്ത് ചിലവർ നേരിട്ട് അകലേന്ന് കാണുമ്പോഴേ പറയുന്നുണ്ട്, വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് മാത്രമല്ല, ഞങ്ങൾ നിരീശ്വരവാദികളാണ്. അങ്ങനെ 2-3 പേര് പറഞ്ഞു, നിരീശ്വരവാദികളാണ്, വി ഡോണ്ട് വാണ്ട് ടു ഈവൻ, ഞങ്ങൾക്കൊന്നും കേൾക്കുക തന്നെ വേണ്ട, കാണുക തന്നെ വേണ്ട. ചിലവർ അങ്ങനെ പലവർക്കും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലവർക്കും, ഞങ്ങൾ ഉള്ളപ്പോഴല്ല, വേറെ ഭക്തർ അനുഭവങ്ങൾ പറയുമ്പോൾ കൂട്ടത്തിൽ കേട്ടിട്ടുള്ളതാണ്. പലവരും ഈവൻ ദേഷ്യം വരുമ്പോൾ മുഖത്ത് തുപ്പ് പോലും ചെയ്യും, ദേഷ്യം വന്നു കഴിഞ്ഞു. പക്ഷേ ശീലപ്രഭാതിൻ്റെ അനുയായികൾ ശീലപ്രഭാതിന് വേണ്ടി സേവനം ചെയ്യുവാണ്. കാര്യം ഇതിനും വലിയൊരു സേവനമുണ്ടോ മറ്റുള്ളവർക്ക് കൃഷ്ണാവബോധം കൊടുക്കുക എന്ന് പറയുന്നത്? അപ്പോൾ എന്തൊക്കെ ത്യാഗം എടുത്തും അവർ പുസ്തകം വിതരണം ചെയ്യാനും, മറ്റുള്ളവർ ശകാരിച്ചാലും ചീത്ത വിളിച്ചാലും മുഖത്ത് തുപ്പിയാലും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, ഒരു കംപ്ലൈൻറ്റും ഇല്ല, അവർ അത് ചെയ്യുന്നു. അപ്പോൾ ഇത് ചെറിയൊരു
കുറച്ച് സമയം നിന്നപ്പോഴേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. ഇപ്പോൾ പിന്നെയും ഓപ്പണാണ് കാര്യങ്ങൾ. ശ്രീല പ്രഭുപാദ് നമ്മൾ പറയുന്നത് ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനം തുടങ്ങുന്ന കാലത്ത് ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. ആ സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഈ 2 കപ്പിൾസ് പോയിട്ട് അങ്ങനെ UK ഇത് തുടങ്ങുന്നു. ശ്രീലപ്രഭാതിനെ അവിടെ ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ചെറിയൊരു മുറി മാത്രം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ ശ്രീലപ്രഭാത് വരുന്നു. പിന്നെ ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്ന പോലെ പല വരിഷ്ഠരായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ധനികരായിട്ടുള്ളവരും പ്രഭുപാദിനെ മീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. അങ്ങനെ പലവരും. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഈ ജോർജ് ഹാരിസൺ എന്ന് പറയുന്ന ഇത്രയും ഫേമസ് ആയിട്ടുള്ള അന്നത്തെ നമ്പർ 1 ബാൻഡായിരുന്നു, നമ്പർ 1 സിംഗറായിരുന്നു. ലോകം മുഴുവനും അദ്ദേഹത്തെ, ഇപ്പോഴും ബീറ്റിൽസ് എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. മുടി വളർത്തി താടി വെച്ചിട്ടുള്ള ജോർജ് ഹാരിസൺ. അദ്ദേഹവുമായിട്ട് ഒരിക്കൽ ശിലപ്രഭാതിനൊരു കൂടിക്കാഴ്ചയ്ക്കുള്ളൊരു അവസരം കിട്ടി. ആ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ ജോർജ് ഹാരിസൺ ശിലപ്രഭാതിനെ ശരണം പ്രാപിച്ചു. എന്നിട്ട് ആ ജോർജ് ഹാരിസൺ അദ്ദേഹം ഹരേകൃഷ്ണ മഹാമന്ത്രം അദ്ദേഹത്തിൻ്റെ അവസാന സമയങ്ങളിൽ അദ്ദേഹം പിന്നീട് പ്രഭുപാദിനെ കണ്ടുമുട്ടിയതിന് ശേഷം പിന്നീട് അദ്ദേഹം ചെയ്തിട്ടുള്ള ബാൻഡും അദ്ദേഹം ചെയ്തിട്ടുള്ള പാട്ടുകളും ആൽബംസും ഒക്കെ മുഴുവൻ ഹരേകൃഷ്ണ മഹാമന്ത്രം വെച്ചിട്ടുള്ളതായിരുന്നു. പല മ്യൂസിക്കിൽ പല ട്യൂണിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആൽബംസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പ്രഭുപാദിനെ അത്രമാത്രം ഇഷ്ടമായി. ആ ജോർജ് ഹാരിസൺ അന്നത്തെ കോടീശ്വരനായിരുന്നു അദ്ദേഹം. കാര്യം വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ബാൻഡിൻ്റെ ഒരു പാട്ടുകാരന് നമുക്കറിയാം എത്രയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ആസ്തി. അദ്ദേഹം ഈ 100 ഏക്കർ സ്ഥലം പ്രഭുപാദിന് വെറുതെ എഴുതി കൊടുത്തു. പ്രഭുപാദിന് ആഗ്രഹമുണ്ടെന്ന് ഇദ്ദേഹത്തെ പിന്നീട് കണ്ട. കാര്യം ഇദ്ദേഹം വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാൻ അന്നത്തെ കാലത്ത് പ്രഭുപാദിൻ്റെ കൃഷ്ണ ബുക്ക്, നമ്മളെന്നും വായിക്കുന്ന കൃഷ്ണ ബുക്ക് എന്നെടുത്ത് വായിക്കൂ. അതിൻ്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട് ജോർജ് ഹാരിസന് ശിലപ്രഭാത് നന്ദി പറയുന്നുണ്ട്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ എന്നെ സഹായിച്ച ജോർജ് ഹാരിസൺ, അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയുന്നുണ്ട്. അന്ന് ഇത് പബ്ലിഷ് ചെയ്യാൻ പൈസ ഉണ്ടായിരുന്നില്ല, ഇദ്ദേഹമാണ് പൈസ കൊടുക്കുന്നത്. അങ്ങനെ അദ്ദേഹം തുടങ്ങുന്നു, ഒരുപാട് ധനസഹായം ചെയ്തു. അവസാനം അദ്ദേഹം മരിക്കുന്നേക്കാൾ മുമ്പ് ജോർജ് ഹാരിസൺ അദ്ദേഹം ഈ ഭക്തിവേദാന്ത മാനർ 100 ഏക്കറുള്ള ഈ സ്ഥലവും ശിലപ്രഭുപാദിന് ദാനമായിട്ട് കൊടുക്കുന്നു. ഹരേകൃഷ്ണ അമ്പലം അല്ലെങ്കിൽ ഇത് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന് ഉള്ളതാണെന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മാജിക് അല്ലേ? ഇതിനും വലിയ മാജിക് എന്താണ്? പറന്ന് നടക്കാൻ പറ്റും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മുകളിൽ പോകാൻ പറ്റും എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഇതാണ് മാജിക്. ഒരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് കൃഷ്ണാവബോധം കിട്ടുന്നു മാത്രമല്ല അവർ എന്തും ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നു. അപ്പോൾ ശീല പ്രഭുപാദ് പിന്നീട് അപ്പോൾ വളരെ ഫേവറബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ജോർജ് ഹാരിസൺ. അദ്ദേഹം നാമം ജപിക്കുമായിരുന്നു, പക്ഷെ അദ്ദേഹം ദീക്ഷയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരിക്കൽ ശിലപ്രഭുപാദിനോട് ഒരു ഭക്തൻ, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ചോദിച്ചു, പ്രഭുപാദ് എന്തുകൊണ്ട് ജോർജ് ഹാരിസൺ ദീക്ഷ എടുക്കുന്നില്ല? അദ്ദേഹം എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്, 4 നിയമങ്ങളും ഫോളോ ചെയ്യുന്നു, അതേപോലെ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നുണ്ട്, 16 മാല എല്ലാം ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് അദ്ദേഹം ദീക്ഷ എടുക്കുന്നില്ല? ശിലപ്രഭുപാദ് പറഞ്ഞു, അത് നിങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ദീക്ഷയില്ലെങ്കിലും ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോകും. എങ്ങോട്ട്? ഗോലോക വൃന്ദാവനത്തിലേക്ക്. പ്രഭുപാദ് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ആലോചിച്ച് വിഷമിക്കേണ്ട. ജോർജ് ഹാരിസൻ്റെ ഫ്യൂച്ചർ നിങ്ങൾ ആലോചിക്കേണ്ട. ബിക്കോസ് അദ്ദേഹം ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആരും ചെയ്യാത്തൊരു കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഒരുപാട് സഹായിച്ചു ശീലപ്രഭുപാദിനെ. ശീലപ്രഭുപാദ് മനസ്സറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ലോകം വിടുന്ന സമയത്തും പ്രഭുപാദിനെ ഓർത്തുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് ആണ് അദ്ദേഹം ഈ ശരീരം വിടുന്നത്. അപ്പോൾ അദ്ദേഹത്തെ 100% ഞാൻ തിരിച്ചു കൊണ്ടുപോകുമെന്ന് പ്രഭുപാദ് ഉറപ്പ് കൊടുത്തു. ദീക്ഷയുടെ ആവശ്യമില്ല, ദീക്ഷ എടുക്കാതെ തന്നെ ഹീ ഈസ് മൈ പേഴ്സൺ, അദ്ദേഹം എൻ്റെ ആളാണെന്ന് പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്. ഇതിനും വലുത് എന്താണ് വേണ്ടത്? ഇതിനും വലിയ മാജിക് ആർക്ക് ചെയ്യാൻ സാധിക്കും? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്. എന്താണ് ഇവിടെ പല യോഗികളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു, പല അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇവരൊക്കെ ദൈവമാണ് എന്നൊക്കെ പറയുന്നു അല്ലേ? ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ പരമശുദ്ധ ഭക്തർക്ക് എല്ലാവിധ യോഗ സിദ്ധികളും ഉണ്ട്. രസികാനന്ദ പ്രഭുവിനെ കുറിച്ച് പറഞ്ഞതും ശിലപ്രഭുപാദിനെ കുറിച്ച് പറഞ്ഞതും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അവർ ശുദ്ധ ഭക്തരാണ്, പരമശുദ്ധ ഭക്തരാണ്. അവർക്ക് എന്തും ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്യണമെന്നില്ല. ശിലപ്രഭുപാദിൻ്റെ സിദ്ധികൾ അദ്ദേഹം ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. പക്ഷേ ഈ
കുറച്ച് സമയം കൊണ്ട് ലോകം മുഴുവനും ഹരകൃഷ്ണ പ്രസ്ഥാനവും ഹരകൃഷ്ണ മഹാമന്ത്രവും ഭാഗവതും ഭഗവത്ഗീതയും എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ സിദ്ധിയാണ്. അദ്ദേഹം കാണിക്കാൻ വേണ്ടി കാണിച്ചതല്ല. പക്ഷേ അദ്ദേഹം പോയതിന് ശേഷം നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ, ഇത്രയും വർഷം മുമ്പ് നടന്നിട്ടുള്ള കാര്യം ആലോചിക്കുമ്പോൾ മനസ്സിലാവും ഇതിനും വലിയ കാര്യം ഇതുപോലെ ആർക്കും സാധിക്കും? ആർക്കും സാധിക്കില്ല. വലിയൊരു മാജിക്കാണ് അദ്ദേഹം ചെയ്തത്, മിറാക്കിളാണ് ചെയ്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമ്മളാരും ഇവിടെ ഇരുന്ന് ഇന്ന് ഭാഗവതം പഠിക്കില്ലായിരുന്നു. സോ ഇതാണ് ഒരു ഭക്തൻ്റെ ക്വാളിറ്റി. ഭക്തർക്ക് അതാണ് പറയുന്നത്, ഭഗവാൻ പറയുന്ന ഉറപ്പാണ്, എൻ്റെ ഭക്തർക്ക് വേണ്ടതും എല്ലാം ഞാൻ കൊടുക്കുന്നു. എല്ലാവിധ ശക്തികളും ഭഗവാൻ കൊടുക്കുന്നുണ്ട്, എല്ലാവിധ സിദ്ധികളും കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും അത് പ്രയോഗിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഗുരുജനങ്ങളെല്ലാവരും ഭഗവാന് പൂർണ്ണമായിട്ടും ജീവിതം സമർപ്പിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ മനസ്സിലാവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഭഗവാനെ പറ്റിക്കാൻ സാധിക്കില്ല, നമ്മുടെ ഗുരുജനങ്ങളെയും പറ്റിക്കാൻ സാധിക്കില്ല. അവർക്കറിയാം എന്താണ് നമ്മുടെ ഉള്ളിലുള്ളത്. നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ അവരുടെ അടുത്ത് വേണമെന്നുമില്ല. കാര്യം കണക്ഷൻ വരുന്നത് എങ്ങനെയാണ്? ആ ഹൃദയവും തമ്മിലുള്ള കണക്ഷനാണ്, ആളെ കണ്ടില്ലെങ്കിലും. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പലവർക്കും ഉള്ള ക്വസ്റ്റ്യനാണ്, എൻ്റെ ഗുരുവിന് 70,000 ഡിസൈപ്പിൾസ് ഉണ്ട്, 50,000 ഉണ്ട്, 30,000 ഉണ്ട്, 10,000 ഉണ്ട്. എങ്ങനെ ഇവരെല്ലാവരെയും നേരിട്ട് കാണാനും അവർക്ക് നിർദ്ദേശം കൊടുക്കാനും സേവനം കൊടുക്കാനും സാധിക്കുന്നു? നമ്മളത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ശുദ്ധഭക്തനാണ്. ശുദ്ധഭക്തനായിട്ടുള്ളൊരു വ്യക്തിക്ക് എല്ലാവിധ സിദ്ധികളും ഭാവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുമായിട്ടുള്ള കണക്ഷൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നേരിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലാവുന്നു നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് ഗുരുവിനെ ചതിക്കാനോ പറ്റിക്കാനോ നമുക്ക് സാധിക്കില്ല. ഭഗവാനെ ഒരിക്കലും സാധിക്കാത്തതുപോലെ ഭഗവാൻ ചൈത്യഗുരുവായിട്ട് പരമാത്മാവായിട്ട് നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ, അദ്ദേഹത്തെ പറ്റിക്കാൻ നമുക്ക് സാധിക്കില്ല. അതേപോലെ ശ്രീ ഗുരുവും. അപ്പോൾ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ശുദ്ധഭക്തർക്ക് ഭഗവാൻ എല്ലാവിധ കഴിവുകളും സിദ്ധികളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും സിദ്ധികളിലൊന്നും വലിയ പ്രാധാന്യം ശുദ്ധഭക്തർ കൊടുക്കുന്നില്ല. അവരുടെ മെയിൻ കാര്യം ഭഗവാനെ, അവരുടെ മൂഡ് എങ്ങനെയാണ്? ഞാനൊരു സേവകൻ മാത്രമാണ്, ഞാൻ ഭഗവാന്റെ സേവകൻ്റെ ദാസൻ്റെ ദാസൻ്റെ ദാസൻ എന്നുള്ളൊരു ഭാവം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഭാവത്തോട് കൂടിയിട്ട് അവർ സേവനം ചെയ്യുന്നു. ഇതാണ് ശരിയായിട്ടുള്ള ഒരു കാര്യം. അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രീല രൂപഗോസ്വാമി, ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ശ്രീല രൂപഗോസ്വാമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളില്ല. ശ്രീല രൂപഗോസ്വാമി അദ്ദേഹം വൃന്ദാവനത്തിലുള്ള സമയത്ത് ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉള്ളതുപോലുള്ള രാധാകൃഷ്ണ പ്രേമം ഒരുപക്ഷെ വേറെ ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ ശിലരൂപ ഗോസ്വാമി ആ ഭാവത്തോടു കൂടിയിട്ടാണ് ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാമഹിം ദദാതി സ്വപദാതി. ശിലരൂപ ഗോസ്വാമി മഹാപ്രഭുവിൻ്റെ മനസ്സിലുള്ളത്, ഹൃദയത്തിലുള്ളതെല്ലാം അദ്ദേഹം ചെയ്തു കൊടുക്കുന്നു. മഹാപ്രഭുവിൻ്റെ എല്ലാ കടാക്ഷവും കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് ശിലരൂപ ഗോസ്വാമി. ആ ശിലരൂപ ഗോസ്വാമി ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളിൽ പല പുസ്തകങ്ങളും ചിലപ്പോൾ വിരഹമായിരിക്കും. അതായത് കൃഷ്ണനും രാധയും നമ്മൾ വിരഹത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ചിലത് അവരുടെ രണ്ടുപേരുടെയും സംഭോഗത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അപ്പോൾ പറയുന്നു, നേരിട്ട് കണ്ടവരുണ്ട്, അതായത് നേരിട്ട് കാണുന്നവരുണ്ട്. സംഭോഗത്തെക്കുറിച്ച്, അത് കൃഷ്ണനും രാധയും കൂടെ ഒരുമിച്ചുള്ള ലീലകളെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ അദ്ദേഹം ഏത് മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നാണ് ആ ഗ്രന്ഥം എഴുതുന്നത്, ആ സമയത്ത് ആ മരത്തിലുള്ള മരം തനിയെ പുഷ്പിക്കുന്നു. പുഷ്പങ്ങൾ ശ്രീല രൂപഗോസ്വാമിയുടെ ശിരസിൽ, തലയിൽ അഭിഷേകം പോലെ ചെയ്യുന്നു. കാര്യം രാധാകൃഷ്ണനെക്കുറിച്ചുള്ള ലീലകൾ വർണ്ണിക്കുകയാണ്. അതേസമയം വിരഹം ആണ് അദ്ദേഹം എഴുതുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? വിരഹം ആണ് എഴുതുന്നുണ്ടെങ്കിൽ ആ ഏത് വൃക്ഷത്തിൻ്റെ താഴെയാണ് അദ്ദേഹം ഇരുന്ന് എഴുതുന്നത്, ആ വൃക്ഷത്തിലുള്ള ഇലകളെല്ലാം കരിഞ്ഞു പോകുന്നു ആ ശക്തി കൊണ്ട്. അങ്ങനെ ഇരിക്കലും ഒരു ദിവസം വളരെ മനോഹരമായിട്ടുള്ള ഹരിനാമ സങ്കീർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശില രൂപഗോസ്വാമി, സനാതൻ ഗോസ്വാമി, ശില ജീവഗോസ്വാമി, രൂപഗോസ്വാമിയുടെ ശിഷ്യനാണ് ശില ജീവഗോസ്വാമി. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകൻ ശിഷ്യനും കൂടിയാണ് ശില ജീവഗോസ്വാമി. ശില ജീവഗോസ്വാമിക്കാണെങ്കിൽ രൂപഗോസ്വാമി ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. രൂപഗോസ്വാമിയാണെങ്കിൽ വളരെ വിനയത്തോടു കൂടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഭാവം ആർക്കും അദ്ദേഹം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഭാവം ഒരാൾക്കും അറിയില്ലായിരുന്നു. വളരെ സീക്രട്ടായിട്ട് വെക്കുമായിരുന്നു അദ്ദേഹം.
അങ്ങനെ വളരെ അതിമനോഹരമായിട്ടുള്ള ഹരിനാമ സങ്കീർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഈ എന്താ പറയുക അഷ്ടസ്വാതിക വികാരങ്ങളോടുകൂടി ഭക്തരെല്ലാവരും കീർത്തനത്തിൽ പങ്കെടുക്കുന്നു, നൃത്തം കളിക്കുന്നു. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ആളുടെ ശരീരങ്ങളിൽ കാണുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് ഇരിക്കുകയാണ്. രൂപഗോസ്വാമി വളരെ കൂളായിട്ട് ഇങ്ങനെ ഇത് കേട്ടിരിക്കുന്നുണ്ട്. ഒരു വ്യത്യാസവും ഇല്ല അദ്ദേഹത്തിന് ഒരു വ്യത്യാസമില്ല. അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയെ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് കുറേ വരിഷ്ഠരായിട്ടുള്ളവർ വന്ന് രൂപഗോസ്വാമിയോട് ചോദിച്ചു, ഓ അങ്ങേക്ക് ഇതൊന്നും തോന്നുന്നില്ലേ? അങ്ങേക്ക് കീർത്തനം കേട്ടിട്ട് അങ്ങേക്ക് ഒരു വ്യത്യാസം തോന്നുന്നില്ലല്ലോ. ഞങ്ങൾക്കാണെങ്കിൽ ശരീരം മുഴുവനും വിറയ്ക്കുന്നു, ഞങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുന്നില്ല, പക്ഷെ അങ്ങ് വളരെ ശാന്തമായിട്ടിരിക്കുന്നുണ്ടല്ലോ. രൂപഗോസ്വാമി പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഭക്തിയില്ല, ഞാനൊരു ഭക്തനല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രൂപഗോസ്വാമി. അപ്പോൾ ഇത് ജീവഗോസ്വാമി കേൾക്കുന്നു അപ്പുറത്തുനിന്ന്. ജീവഗോസ്വാമി പറഞ്ഞു, അല്ലല്ല സത്യമല്ല, എൻ്റെ ഗുരു പറയുന്നത് സത്യമല്ല, അദ്ദേഹം കാണിക്കാതിരിക്കുന്നതാണ്, അദ്ദേഹത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രൂപഗോസ്വാമി ജീവഗോസ്വാമിയെ നോക്കുന്നുണ്ട്, മിണ്ടാതിരിക്കും ഒന്നും പറയരുത്. ജീവഗോസ്വാമി പറഞ്ഞു, എൻ്റെ ഗുരു അങ്ങനെയില്ല, നിങ്ങൾക്കറിയില്ല എൻ്റെ ഗുരുവിനെ, നിങ്ങൾക്ക് ആർക്കും എൻ്റെ ഗുരുവിൻ്റെ മുമ്പിൽ എത്താൻ സാധിക്കില്ല, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള ഭാവം പോലെ വേറെ ആർക്കും ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ രൂപഗോസ്വാമി ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുന്നു. ഇതെല്ലാം ഈ കീർത്തനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ജീവഗോസ്വാമി അടുത്തു പോയിട്ട് ശീല രൂപഗോസ്വാമിയോട് പറയുന്നു, ഓ ഗുരുദേവ്, എനിക്കറിയാം അങ്ങയുടെ ഉള്ളിലുള്ള ഭാവം, എനിക്കത് തിരിച്ചറിയാൻ സാധിക്കും. ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. ഒരു പ്രാവശ്യം അങ്ങ് രാധ എന്നുള്ള നാമം ഒന്ന് ചൊല്ലിയിട്ട് എനിക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങ് ചെയ്യുമോ? എനിക്കത് കേൾക്കണം അങ്ങയുടെ തിരുമുഖത്തിൽ നിന്ന് പറഞ്ഞു. ശീലരൂപഗോസ്വാമി പറഞ്ഞു, ഞാൻ ചെയ്യില്ല, എനിക്ക് അതിനുള്ള രാധാനാമം ജപിക്കാനുള്ള യോഗ്യതയില്ല. രാധാനാരായണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചിന്തയിൽ പോലും എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ജീവഗോസ്വാമി അദ്ദേഹത്തോട് കാലിൽ വീണുകൊണ്ട് അപേക്ഷിക്കുന്നു, ഒരു പ്രാവശ്യം രാധ എന്നുള്ള നാമം ഒന്ന് എനിക്ക് അങ്ങയുടെ തിരുമുഖത്തിൽ നിന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ രൂപഗോസ്വാമി പറഞ്ഞു, ശരി, ആരും ഇല്ലാത്ത സമയമാണ്, ശിഷ്യൻ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് രൂപഗോസ്വാമി കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ തല മുകളിലാക്കിക്കൊണ്ട് അദ്ദേഹം രാധേ എന്ന് വിളിച്ചു. രാധേ എന്ന് വിളിച്ചപ്പോൾ ജീവഗോസ്വാമി കാണുന്നു, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നിട്ടുള്ള രാധാനാമം മുകളിൽ പോയി ആ വൃക്ഷം, ഏത് വൃക്ഷത്തിൻ്റെ കീഴിലാണോ ഇരിക്കുന്നത് ആ വൃക്ഷം മുഴുവനും കരിഞ്ഞു പോകുന്നു, സ്പോട്ടിൽ തീ പിടിക്കുന്നു. കാര്യം ആ വിരഹത്തിൻ്റെ ആ തീയ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന് വൃക്ഷം മുഴുവനും തീ പിടിക്കുന്നു. അപ്പോൾ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ശുദ്ധ ഭക്തരുടെ ഉള്ളിൽ ഉള്ള ഭാവവും അവർക്കുള്ള കഴിവുകളും നമുക്കറിയില്ലായിരിക്കാം, പക്ഷേ സിദ്ധികളും നമ്മൾ പറയുന്ന സിദ്ധികളും ഒന്നുമല്ല. ഇതാണ് ശരിയായിട്ടുള്ള അവസ്ഥ. അപ്പോൾ നമ്മൾ കാണുന്ന പല ചെപ്പടി വിദ്യകളും അത്ഭുതങ്ങളും കണ്ട് പേടിക്കേണ്ട അല്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ശുദ്ധ ഭക്തർക്കില്ലാത്ത ശിലപ്രഭുപാദനാണെങ്കിലും രൂപഗോസ്വാമിക്കാണെങ്കിലും മറ്റുള്ള വരിഷ്ഠരായിട്ടുള്ള ഭക്തർക്കുമുള്ള ഇല്ലാത്തതായിട്ടുള്ള ഒരു സിദ്ധികളും കഴിവുകളും ഇല്ല, അവർക്കെല്ലാം ഉണ്ട്. പക്ഷേ അതൊന്നും പുറമേ കാണിക്കുന്നില്ല എന്ന് മാത്രം. ഗോർ പ്രേമാനന്ദേ, ഹരി ഹരി ബോൽ. താങ്ക് യു. ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത ക്ലാസ് ബാക്കിയുള്ള ശ്ലോകം നോക്കാം. താങ്ക് യു. ഹരേ കൃഷ്ണ. हरे कृष्णा। प्रणाम प्रभु जी। हरे कृष्णा। हरे कृष्ण। हरे कृष्ण। प्रणाम प्रभु जी। हरे कृष्णा। प्रणाम प्रभु जी। हरे कृष्णा। हरि बोल। हरे कृष्ण। ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. പ്രണാമം. എല്ലാവരെയും കുറേ ദിവസത്തിന് ശേഷം വീണ്ടും കണ്ടപ്പോൾ സന്തോഷമായി. ഹരേ കൃഷ്ണ. हरे कृष्ण प्रभु जी। हरे कृष्णा प्रभु। हरे कृष्ण प्रभु जी। प्रणामम। हरे कृष्णा। कृष्ण प्रभु जी। कृष्ण प्रभु। ഹരേ കൃഷ്ണ. ഭാരത ധർമ്മഭൂമി പ്രഭു. ഹരി ബോൽ. ഹരി ബോൽ. ഒരുപാട് സന്തോഷം ഇവിടെ കണ്ടപ്പോൾ. ഹരേ താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു.
സോ എല്ലാവരോടും നന്ദി പറയുന്നു. വാഞ്ചകൽപ്പതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंतकोटि वैष्णव वृंद की जय. जगद्गुरु शिला प्रभुपाद की जय. समवेद गौर भक्त वृंद की जय. श्रीमद् भागवतम की जय. निताय गौर प्रेमानंदे. जय जय श्री राधे श्याम. हरे कृष्णा. थैंक यू.